നീയാണ് ഈ മീഡിയയിൽ ഞാൻ ഒരു പ്രാവശ്യം കണ്ട് നിന്നോട് അറിയാതെ പറഞ്ഞു പോയി. നീ ഇതിപ്പോ ഏത് ഇന്റർവ്യൂല് വന്നാലും എപ്പോ നോക്കിയാലും 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്, 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഇൻട്രോ കേൾക്കാൻ ഭയങ്കര രസമാണ്. ഹാഷ്മി കഴിഞ്ഞാൽ പിന്നെ മാരേജ് എന്നുള്ളൊരു അതിൽ വിശ്വസിക്കണ്ട ബേസിക്കലി. ഇപ്പം ഒക്കെ വേണ്ടേ? ഞാൻ മോശമാണോ പറഞ്ഞത്? കുടുംബം വേണം. ഞാനൊക്കെ എന്തായാലും പെട്ട. നീ ഇതിന്റെ പിന്നാലാണോ? നീ കല്യാണം കഴിക്കില്ലേ? കഴിക്കേണ്ടി വരും. അല്ല എവിടോ പോയി പെട്ടിട്ടുണ്ട്. എന്ത് കണ്ടിട്ടാ നീ പറ. നീയും ഞാനൊക്കെ തുല്യ ദുഃഖിതരാത്. ഗേൾസ് ആണ് ഗേൾസിന് നമ്മൾ ഒബ്വിയസ്ലി വായി നോക്കും. കള്ളത്തിലാട്ടോ അത്. സത്യം പറയടാ. സത്യമായിട്ടും കല്യാണം കഴിക്കാൻ പറ്റാത്ത മാട്രിമോണി സൈറ്റിലൊക്കെ വലിയ പ്രഷർ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ അറിയേണ്ടത് എനിക്കറിയില്ല. ഇതിപ്പോ നിനക്ക് അനുഭവത്തിലുള്ള കാര്യമാണ് ഞാനില്ല. അതൊരു സമയമാകുമ്പോ വന്നോളടാ. അപ്പൊ നിങ്ങൾ 10ാം ക്ലാസ് വരെ എത്താം. ഓടാവുന്ന ഡിഗ്രി കഴിഞ്ഞാണ് അത്. ഇതിപ്പോ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടല്ലോ 299 സബ്സ്ക്രിപ്ഷൻ. 299 ആണുങ്ങളടാ. ഞാനാലോചിച്ചു ഇവന്റെ മസിലൊക്കെ എന്തിനാണ് ഇവര് കാണുന്നത്? അതെ, മാസം 299. വിവാഹം എങ്ങനെ വേണമെങ്കിലും നടക്കാം. പറഞ്ഞില്ലേ, നീ വിഷമിക്കണ്ട. നിനക്ക് സമയമാകുമ്പോ അതേപോലെ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യ. നീ കിട്ടും, നിനക്ക് ഉറപ്പായിട്ട് കിട്ടും. ഒരു ഇന്ത്യൻ സൊസൈറ്റിയൊക്കെ സംബന്ധിച്ച് ഇപ്പോഴും പല ആളുകളും ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് നമ്മൾ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് എന്നുള്ളത്. വിവാഹം കഴിക്കുന്നതിന് പലപ്പോഴും പല പേഴ്സ്പെക്റ്റീവ് ആളുകൾക്കുണ്ട്. ചില ആൾക്കാരത് സ്നേഹത്തിന് വേണ്ടി കഴിക്കും, ചില ആൾക്കാരത് പരീക്ഷണമായിട്ട് എടുക്കും. എന്താണ് വിവാഹം എന്നുള്ള സിനിമയിൽ അഭിഷേക് പറയാൻ ഉദ്ദേശിക്കുന്നത് ചോദിക്കാം. റൈറ്ററായ അഭിഷേക്, സിനിമയിൽ അഭിനയിക്കുന്ന ധ്രുവൻ, അനീഷ്, നയന അൽസ എന്നിവരൊക്കെ ചേരുന്നു. നമസ്കാരം. നിന്റെ റീൽസ് കാണുന്നില്ല, നിന്റെ ഇൻട്രോ എന്താ? സത്യം ആ ഒരു ഇൻട്രോ കേൾക്കാൻ ഭയങ്കര രസമാണ്. ഭയങ്കര നമുക്ക് ഹാഷ്മി കഴിഞ്ഞാ പിന്നെ നീ ഭാവി ഞാൻ കാണും. അതെ. എന്തിനാ ശരിക്കും കല്യാണം കഴിക്കണം? അങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? കല്യാണം കഴിക്കണ വെച്ചാല് നമുക്കൊരു റീപ്രൊഡക്ഷൻസ് നമ്മളെ തലമുറ നിലനിർത്താൻ അല്ലേ? അല്ലെങ്കിൽ പിന്നെ ഹാപ്പിനെസ് മാത്രം മതിയോ? വിഷമവും സങ്കടവും ഒരു കുടുംബം പ്രശ്നങ്ങളും. അതല്ലാതെ എന്തിനാ കല്യാണം കഴിക്കാനുണ്ടാവുക? റീപ്രൊഡക്ഷൻ ശരി, ഓക്കെ, അല്ലെങ്കിൽ സെക്ഷൽ നീഡ്സ് ഓക്കെ. അതല്ലാതെ എന്തിനാ കല്യാണം കഴിക്കണമെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട്? ഒരു പാർട്ട്ണർ നമ്മുടെ ഏറ്റവും വൾഗാരിറ്റി ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരാള്, അല്ലെങ്കിൽ അയാളുടെ ഏറ്റവും വൾഗാരിറ്റി നമ്മുടെ അടുത്ത് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ അതായിരിക്കാം. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത്, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് അല്ല, അത് മനസ്സിലാക്കി അത് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ കല്യാണം കഴിക്കാൻ ഭയങ്കര രസമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാം. നിങ്ങൾ പേഴ്സണലി ഇങ്ങനെ ഇപ്പൊ പല ആക്ടേഴ്സും വിവാഹത്തിൽ അങ്ങനെ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ റൈറ്റ് ആയ ഒരാൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അവർ വിവാഹത്തെ മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഐശ്വര്യലക്ഷ്മി, കമൽഹാസൻ സാർ കുറെ കാലമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജിൽ വിശ്വസിക്കുന്നില്ല. കുറെ ആക്ടേഴ്സ് ഉണ്ട് അങ്ങനെ പുറത്ത്. പ്രത്യേകിച്ച് നിങ്ങൾ പേഴ്സണലി അങ്ങനെ മാരേജ് എന്നുള്ളൊരു നമ്മുടെ സാംസ്കാരിക ക്രമത്തിന്റെ കൂടി ഭാഗമാണല്ലോ, അതിൽ വിശ്വസിക്കണ്ട ബേസിക്കലി? ഇപ്പം ഒക്കെ വേണ്ടേ? എനിക്ക് അങ്ങനെ കൾച്ചറിന്റെ ഭാഗമാണ്. ഇത് വർഷങ്ങളായിട്ട് കൊല്ലങ്ങളായിട്ടേ പൊക്കോണ്ടിരിക്കുന്നത്. മോശമാണോ പറഞ്ഞത്? കുടുംബം വേണം. ഒരു കുടുംബത്തില് ഞാനൊക്കെ എന്തായാലും പെട്ട. നീ ഇതിന്റെ പിന്നാലാണോ? നീ കല്യാണം കഴിക്കില്ലേ? കഴിച്ചോ? കഴിക്കേണ്ടി വരും. അല്ല എവിടോ പോയി പെട്ടിട്ടുണ്ട്. കഴിക്കേണ്ടി വരും അല്ലേ? ഇതൊരു സൊസൈറ്റിയാണ്. അപ്പൊ നമുക്ക് ചില ചിട്ടവട്ടങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ സഞ്ചരിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഇല്ല. ഞാൻ സിംഗിൾ ആണ്, അതുകൊണ്ട് ആസ് ഓഫ് നൗ കല്യാണം കഴിക്കില്ല. ബിക്കോസ് ഞാൻ അങ്ങനെ ഒരാളെ കണ്ടെത്തിയിട്ടില്ല. ഒരാളെ കണ്ടെത്തി കഴിഞ്ഞാൽ ചിലപ്പോ കഴിച്ചേക്കുമായിരിക്കും. അപ്പൊ വിഷ്ണു റെഡിയാണ്. അല്ല, അങ്ങനെ പറ്റില്ല. അയ്യോ, കോൺസെപ്റ്റ് ഉണ്ട്. അതെ അവനും ഉണ്ടെന്ന്. എപ്പോഴും കാണുമ്പോ ചോദിക്കണം വിചാരിക്കുന്നുണ്ട്, എന്താ ഈ കോസ്റ്റ്യൂം സെൻസിന്റെ പിന്നിലെ കാര്യം? ഏത് അവിടെ അലമാരയിൽ എന്താണോ ഉള്ളത് അത് എടുത്തിട്ട് അങ്ങോട്ട് പോരും. അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഈ കറുത്ത ഷർട്ടിന് മാച്ചിങ് ആയിട്ടുള്ള കറുത്ത കൊണ്ടൊക്കെ അലമാര തന്നെ തരുമോ? ഓട്ടോമാറ്റിക് അലമാര. ഇതിപ്പോ നീ രാവിലെ നോക്കിയപ്പോ എനിക്ക് നീല കളറുള്ള ഷർട്ടിന് വേണ്ടിട്ട് അതില്ല. ഇപ്പൊ ഇത് എടുത്തിട്ടു, അല്ലാതെ വേറെ ഒന്നുമില്ല. ശരി, ഈ ഒരു കല്യാണത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം എക്സൈറ്റ് ചെയ്യുന്ന ഇതിന്റെ ഒരു ഓർഡർ പറയണം. ഏറ്റവും സന്തോഷം തരുന്നത് ഒരു കല്യാണത്തിന് പോകുമ്പോൾ, കല്യാണ ഫംഗ്ഷന് പോകുമ്പോൾ. ഓക്കെ, സദ്യ, കല്യാണ പെണ്ണിന്റെയും കല്യാണ ചെക്കന്റെയും കൂടെയുള്ള സുന്ദരികളും സുന്ദരന്മാരും,
ഇത് വേറെ ആൾക്കാരുടെ കല്യാണത്തിനാണോ നമ്മുടെ കല്യാണത്തിനാണോ? എന്ത് വേണമെങ്കിൽ ആവാം, അത് നിങ്ങളുടെ ഒരു വേറെ ആൾക്കാർക്ക് നമ്മുടെ കല്യാണത്തിനാണെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഈ ഓപ്ഷൻസ് ഒന്നുമില്ല. മൂന്നാമത്തെ പറയാം, കല്യാണത്തിന് ഒളിഞ്ഞും തെളിഞ്ഞും കിട്ടുന്ന പാനീയങ്ങൾ. അതന്നെ ഞാനതാ പറയാൻ പോയത്. ഞാനത് പറയാൻ പോണതിന് മുന്നേ നീ ചോദിച്ചല്ലോ. ആ അത് അവിടുന്ന് ചെറുത് 2 നമ്മളെ കൂട്ടുകാരെ കൂടെ അടിച്ച് അവിടെ ചെന്നുണ്ടാക്കുന്ന ഒരു ഓളം, അത് ഭയങ്കര സന്തോഷം തരുന്നുണ്ട്. എന്നിട്ട് പായസം എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണല്ലോ ആ. അല്ലേ? ഒരു ഡാൻസ് ഒക്കെ കളിച്ച് നമ്മൾ അവിടെ എൻജോയ് ചെയ്യലല്ലേ ഇത്. വിവാഹം എന്ന് പറയണത് അല്ലേ ഭയങ്കര ആഘോഷമാക്കേണ്ട സാധനമല്ലേ. അവിടെ പിന്നെ ഇതിനെ ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ അടിക്കുന്നത് ഒരു ഭയവും ഭക്തിയും ബഹുമാനൊക്കെ ഉണ്ടാവില്ലേ? അമ്മാവന്മാരോട് എന്നിട്ട് അടിച്ചിട്ട് എന്നിട്ട് ഇവരെ മുന്നിൽ തന്നെയല്ലേ പോകുന്നത്. അതല്ലേ നമ്മളൊക്കെ എത്ര അടിച്ചു പോയിട്ട്. എന്താ കല്യാണത്തിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഏരിയ ഇത് തന്നെയാണോ? പാനീയങ്ങൾ തന്നെയാണോ? എന്റെ കല്യാണമാണോ വല്ലവന്റെ കല്യാണമാണോ? ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. അപ്പൊ വല്ലവന്റെ വല്ലവന്റെ കല്യാണത്തിനാണെങ്കിൽ സദ്യ. ഞാൻ കുടിക്കാറില്ല, അപ്പം മദ്യപിക്കാറില്ല. ഞാൻ നോ സ്മോക്കിംഗ് നോ ഡ്രിങ്കിങ്, അതുകൊണ്ട് സദ്യ. എന്താ എക്സൈറ്റ് ചെയ്യുന്നത്? ഡ്രസ്സപ്പ് ചെയ്ത് പോവാ. ഓ ഇത് പറയൂ, ഇതിപ്പോ സത്യസന്ധമായി പറയൂ. നമ്മുടെ കല്യാണത്തിനാണോ എല്ലാവരുടെയും കല്യാണം? രണ്ടും. എല്ലാവരുടെയും കല്യാണത്തിന് പാനീയങ്ങൾ അല്ല, ഗേൾസ് ആണ് വീക്ക്നെസ്. ഗേൾസിന് നമ്മൾ ഒബ്വിയസ്ലി വായി നോക്കും. കള്ളത്തിലാട്ടോ അത്. അതിപ്പോ അറിയാലോ. സത്യം പറയടാ, കൂടെ ഒന്നും ഒറ്റില്ലടാ. സത്യം പറ. സത്യം വേണ്ടും. ഇവൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാൻ പോയിട്ട് അടിച്ചു വന്ന് നമ്മളവിടെ ആഘോഷമാക്കുന്ന പറഞ്ഞേ, ഇവൻ അടിച്ച് വന്ന് ഗേൾസിനെ മറ്റേ സാധനം അറിയില്ല, കുടിച്ചോണ്ട് കേട്ടോ. പടം കപ്പിളിന്റെ കഥകളൊക്കെ, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന കപ്പിൾ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള കപ്പിളുകളുടെ കഥയൊക്കെ മലയാള സിനിമ മുമ്പും കണ്ടിട്ടുണ്ട്. എന്നിട്ട് കുട്ടികളുണ്ടായ ഭൂഷണം, അങ്ങനെ ആദ്യത്തെ കൺമണി, അങ്ങനെ കുറെ രാജസ്ഥാൻ സിനിമകൾ, ജയറാം സിനിമകൾ, മുകേഷ് സിനിമകൾ, മാലയോഗം, അങ്ങനെ കുറെ സിനിമകൾ വന്നിട്ടുണ്ട്. എന്താ അതിന്ന് ഒരു ഈ കഥ ഇപ്പൊ വർക്കാവും അങ്ങനെ തോന്നുന്നത് എന്താ? കാരണം ഒരു സിനിമയിൽ അത് അഭിഷേകിന്റെ തന്നെയാണ്. അഭിഷേക് ഞാൻ കഴിഞ്ഞ കുറച്ചു നേരത്തെ കൂടി പറഞ്ഞിട്ടുള്ളൂ, അഭിഷേക് ഭയങ്കര പാഷനായിട്ട് അവൻ തന്നെ എഴുതി, സ്ക്രിപ്റ്റ് എഴുതി, അവനെ അഭിനയിക്കാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. അവൻ ഒരുപാട് ഓഡീഷന് പോയി നടന്നത്, രണ്ടുപേരും കേട്ടോ, ഒരുപാട് ഓഡീഷന് പോയി നടന്നിട്ടുള്ള ആൾക്കാരാണ്. എന്നിട്ട് അവനെ ഒരു പ്രൊഡ്യൂസറെ കണ്ടെത്തി അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കുന്നത്. ആ സിനിമയിൽ നമ്മളെപ്പോഴും പറയല്ലോ, ഒരു കുടുംബത്തിന്റെ കഥയാണല്ലോ പോകുന്നത്. ഇത് ഒരു അപ്പാർട്ട്മെന്റിൽ 4 കുടുംബത്തിന്റെ 4 കുടുംബങ്ങളുണ്ട്. 4 കുടുംബങ്ങളുണ്ട്. നീ ഓസ്ട്രേ കണ്ടില്ലേ? ധ്യാന്റെ ഇത് ഈ 4 വ്യത്യസ്തങ്ങളായിട്ടുള്ള കണക്ട് ചെയ്യുന്ന ഒരു നല്ല രസമുള്ള സ്ക്രിപ്റ്റ് കേട്ടിട്ടാണ് പ്രൊഡ്യൂസർ ഇത് ഓക്കെ പറഞ്ഞത്. വേറെ ഒന്നും അല്ലായിരുന്നു ഇതിന്റെ ഫാക്ടർ. ഇതിൽ ആർട്ടിസ്റ്റുകളൊന്നും ആയിട്ടില്ല. പ്രൊഡ്യൂസർ ഇന്നാവുന്നത് ഇതിന്റെ സ്ക്രിപ്റ്റ് അഭിഷേക് പറയുന്നതോടുകൂടാണ് ഈ പ്രൊജക്റ്റ് ഉണ്ടാവുന്നത്. അത് അവന്റെ ഒരു ഡ്രീമാണ്. കാരണം അവൻ തന്നെ അഭിനയിച്ചിട്ട് വരുന്ന സിനിമയാണ്. ആ 4 രസമുള്ള കഥകളുമാണ്. എന്താ ഒരു മീറ്റർ വെച്ചിട്ട് എഴുതിയിരിക്കുന്ന? ഞാൻ അങ്ങനെ ആരും മനസ്സിൽ കണ്ട് എഴുതാറില്ല. ഞാൻ റിയൽ ലൈഫ് സ്റ്റോറീസ് അങ്ങ് എഴുതുക എന്നുള്ളതാണ്. ഈ 4 നടന്ന കഥകളാ? 4 നടന്ന കഥകൾ അവനവന്റെ കഥയില്. പിന്നെ പലതും നമ്മുടെ മൈൻഡിൽ ഇമാജിനേഷൻ ഉണ്ട്. അതുകൂടാതെ 4 പ്രണയങ്ങളിലൂടെ കടന്നു പോയിട്ട് പ്രണയമല്ല, ഇത് ശരിക്കും ഇതെന്താ വെച്ചാൽ കല്യാണം കഴിച്ചിട്ടുള്ള 4 കുടുംബങ്ങളുടെ കഥയാണ്. 4 സ്ത്രീകളുടെ ഫീലിങ്സിനെ കുറിച്ചുള്ള കഥയാണ്. അപ്പോൾ നമ്മുടെ ചുറ്റിനും നമുക്ക് ആൾക്കാർ ഒരുപാട് പേരുണ്ട്, അവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ കുറേയൊക്കെ ഞാൻ ഇമാജിനേഷനിൽ നമ്മൾ കുറച്ചൊക്കെ ആഡ് ചെയ്തു. അങ്ങനെ ഒരു സ്റ്റോറിയാണിത്. അപ്പോൾ ഞാനിത് ആരും മനസ്സിൽ കണ്ടോ ഞാൻ അത് ധ്യാൻ ചേട്ടനെയോ എന്നെ പോലും ഇതിനകത്ത് ഞാൻ മനസ്സിൽ കണ്ടിട്ടില്ല. ഞാൻ ആ സ്റ്റോറിക്ക് അനുസരിച്ചുള്ള ഒരു ക്യാരക്ടേഴ്സ് എഴുതി പോവാന്നുള്ളതായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഉണ്ടായിരുന്നു, അത് അനീഷേട്ടൻ ചെയ്തത്. കാരണം അത് എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കറിയാം. അനീഷേട്ടൻ അത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് കൊടുത്തു. പക്ഷെ പടം വർക്കാവും. അതാണ്. അപ്പൊ അങ്ങനെ എഴുതിയാണ്. അപ്പം എനിക്ക് വേണമെങ്കിൽ വർക്കായില്ലെങ്കിലും അനീഷേട്ടൻ തലയിരിക്കും, ഞാൻ ഏറ്റെടുത്തു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇത് എഴുതിയിരിക്കുന്ന പോലും. എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് പോലും അത് ആ ആവശ്യത്തിന് മാത്രമുള്ള രീതിയിൽ, അത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ഞാനിത് സ്റ്റോറി പറയാൻ പോകുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ കാസ്റ്റ് ഒന്നും ഇല്ല, നമ്മൾ പുതിയ ആൾക്കാരെയൊക്കെ വെച്ച് ചെയ്യാന്നുള്ള രീതിയിലാണ്. സ്റ്റോറി കേട്ട് ഇഷ്ടപ്പെട്ടപ്പോഴാണ് സാർ കുറച്ചുകൂടി നമുക്ക് ആർട്ടിസ്റ്റുകളെ കുറച്ചുകൂടി ആഡ് ചെയ്യാന്നുള്ള രീതിയിൽ വരുന്നതും അങ്ങനെ നമ്മൾ കുറച്ചുകൂടി ആർട്ടിസ്റ്റുകളെ ആഡ് ചെയ്യുകയൊക്കെ ചെയ്തു. അനീഷേട്ടനോട് കാണുമ്പോൾ ഇപ്പോഴും ചോദിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സമയത്ത്
പ്രത്യേകിച്ച് ഈ തീവണ്ടിയൊക്കെ ഇറങ്ങി നിൽക്കുന്ന ആ സമയത്ത് ഈ നായകന്റെ കൂട്ടുകാരനാവാൻ എല്ലാ കൊമേഡിയൻസിനും ഒരു സ്ലോട്ട് കിട്ടും. അതെ. അത് വെച്ചിട്ട് കുറെ ആളുകൾ ഓടും. ഇപ്പൊ ഹരീഷ് സ്റ്റേഷൻ ചേട്ടൻ, സുരാജ് ചേട്ടനൊക്കെ, ജഗതി ചേട്ടനൊക്കെ ഈ പറഞ്ഞ ആ ഒരു സ്ലോട്ട് കിട്ടും, ഒരു റൗണ്ട് കിട്ടും. അതെ. പക്ഷെ അനുഷന്റെ കാര്യത്തിൽ ആ റൗണ്ട് പെട്ടെന്ന് തീർന്ന പോലെ തോന്നിയിട്ടുണ്ട്. അതെന്ത് പറ്റിയതാ? അത് സ്വയം ഒരു എഫേർട്ട് എടുക്കാത്തതാണോ? ഒന്ന് 2018 പ്രളയം, പിന്നെ കൊറോണ. ഈ സാധനം വന്ന പ്രകൃതിയാണ് അപ്പൊ കാരണം. അല്ല പ്രകൃതി എനിക്ക് എതിരാണ്. എനിക്കറിഞ്ഞോടത്തോളം സ്വയം എഫേർട്ട് ഇല്ല. ഒരാളുടെ അടുത്ത് ചോദിക്കില്ല, ചാൻസ് ഞാൻ ചാൻസ് ചോദിക്കാറില്ല. ചാൻസ് ചോദിക്കേയില്ല. ഒരാളുടെ അടുത്തും ചാൻസ് ചോദിക്കാറില്ല. കിട്ടണ സാധനമാണെങ്കിൽ ചെയ്യും. അല്ലാതെ ഞാൻ ചോദിച്ചിട്ടില്ല. ഒരാളുടെ chance അവൻ എന്നെ ചോദിക്കില്ല. കണ്ടപ്പോ അവന് തോന്നി ഒരു വേഷം തരാന്ന്. ഇപ്പൊ ഞാൻ പ്രേംപാറ്റ എന്നുള്ളൊരു സിനിമയിൽ അപ്പൊ ഞാനും നയനയും കൂടെ കുഴപ്പമില്ല പോയിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലും എനിക്ക് ആമിർ എനിക്ക് തന്നൊരു വേഷമാണ്. ഓക്കെ, എല്ലാ സിനിമകളും ആ സമയത്താണ് എല്ലാ സിനിമകളും വരുന്നത്. അഭിനയിക്കാൻ നമ്മൾ ഏറ്റവും നല്ല രസമായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കും. 3-4 പടം ഒരുമിച്ച് വന്ന് എനിക്ക് അതിൽ മെയിൻ പ്രേംപാറ്റയിൽ എനിക്ക് മെയിൻ സീൻസ് എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ നീ ചോദിച്ചോണ്ട് വന്നത് അതായത് അങ്ങനെ കണ്ടില്ല. നായകന്റെ കൂട്ടുകാരനാവുന്ന അപ്പൊ ഇപ്പം എൻ്റെ അടുത്ത് അജു വർഗീസ് ആയിക്കോട്ടെ, സൈജു കുറുപ്പ് ആയിക്കോട്ടെ, സൈജോട്ടൻ ആയിക്കോട്ടെ പറഞ്ഞു നീ ചോദിക്കണം, ഒരു മടിയും വിചാരിക്കണ്ട. ഓക്കെ, ഞാൻ നല്ലൊരു നടനാണെന്നാണ് മറ്റുള്ളവരും പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ചോദിച്ചേക്കാം. ഇനി എന്താ പറയുക, ഞാൻ ലൈഫ് സെറ്റിൽ ചെയ്യാനാണ് നോക്കിയത്. കാരണം ഞാൻ വളരെ ദാരിദ്ര്യം, നിന്നോട് ഞാൻ പറഞ്ഞല്ലോ, വളരെ അത്രയും ദാരിദ്ര്യത്തിൽ വന്നു. അപ്പൊ എനിക്ക് അതെല്ലാം ആദ്യം റെഡിയാക്കിയതിന് ശേഷം കരിയർ അവിടെ തന്നെ ഉണ്ടല്ലോ. നിങ്ങൾ 10ാം ക്ലാസ് എഴുതിയെത്തോ? ഓടാവുന്ന ഡിഗ്രി കഴിഞ്ഞാൽ അത് കള്ളത്തരം പറയണത്. നാളത്തോടെ മീഡിയസിൽ വരും അനീഷിന്റെ പഠനം 10ാം ക്ലാസ് വരെ. അല്ല, അതിലൊരു കഥയില്ല. എഡ്യൂക്കേഷനിലെ സ്കില്ല്. സച്ചിൻ എത്ര വരെ പഠിച്ചത് പറയൂ? അറിയില്ല. അതെ അതെ, മെസ്സി എത്ര വരെ പഠിച്ചതുകൊണ്ടാണോ നമ്മൾ ആരെങ്കിലും സിനിമയിൽ നിൽക്കുന്നത്? പഠിപ്പുള്ളതുകൊണ്ട് അങ്ങനെ അത് നമ്മൾ പറയണ്ട. നമ്മളിവിടെ നിൽക്കട്ടെ, നമ്മളൊരു ഇന്റർവ്യൂ ചെയ്യുന്നോടത്ത് നമ്മൾ ഇരിക്കുന്നുണ്ടോ? അതെ 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 അതെ. എന്തിനാ നമ്മൾ കഴിഞ്ഞ കാലങ്ങൾ നമ്മൾ നോക്കേണ്ട ആവശ്യം? ഇനി ഇപ്പം സ്കില്ലാണ് എല്ലാ കാലത്തും നിലനിൽക്കുന്നത്. ഇപ്പൊ കമലഹാസൻ തന്നെ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അനീഷനോട് 10ാം ക്ലാസ് വരെ പോയിരിക്കുന്നു. അല്ല, എന്താ കഥ? നീയാണ് ഈ മീഡിയയിൽ ഞാൻ ഒരു പ്രാവശ്യം കണ്ട് നിന്നോട് അറിയാതെ പറഞ്ഞു പോയി. ഇല്ല, ഒരു സിമ്പതി കേറിക്കോട്ടെ. ഞാൻ ദൃക്സാക്ഷിയായിരുന്നു അജിനോട്. നീ ഇതിപ്പോ ഏത് ഇന്റർവ്യൂല് വന്നാലും എപ്പോ നോക്കിയാലും 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്, 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. അത് നോക്കണ്ട, ആളുകൾക്കൊരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പൺ ഡിഗ്രി ഒക്കെ എഴുതിയെടുത്ത് അതൊന്നും അറിഞ്ഞില്ലല്ലോ നീ. ഇല്ലല്ല, അത് വരുന്നിട്ട് കാര്യമില്ല. അതിലെന്തൊരു ത്രില്ലുള്ളു. ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നീ മനസ്സിലാക്കേണ്ട കാര്യം 10ാം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ്റെ അടുത്ത് മാർക്ക് ഉണ്ടായിരുന്നു എനിക്ക്. 2ാമത് എഴുതിട്ടോ? ഫസ്റ്റ് വെറുതെ പോയി എഴുതിയിട്ടുള്ളൂ. ബുദ്ധി ഉണ്ട് മോനെ, അത് വിട്. ബുദ്ധിയാണ് മെയിൻ. അതെ, എല്ലോട്ടൂത്തല്ലാണ്ട് അങ്ങനെ എത്തൂല. ഞാൻ വിഷയത്തിൽ തന്നെ മാറില്ലേ? അതെ അതെ അതെ. ഇതൊരു കുറച്ചുകൂടി കടുപ്പമില്ലാത്ത ലൈറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് എല്ലാ കാലവും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ഷെയ്ഡ്സ് ഒക്കെ വിവാഹിലുണ്ടോ അതോ ബലപ്പെടുത്തുന്നുണ്ടോ? തീർച്ചയായും വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ അതിൽ ചെയ്തിരിക്കുന്നത് വിവാഹില്. കാരണം ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. എല്ലാവരും പറയണ പോലെയല്ല, ഞാൻ ചെയ്തിട്ടില്ല ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ. അപ്പോൾ അതിൽ സ്ലാങ് ആണെങ്കിലും അതിലൊരു നാടൻ, ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ചെറിയ ആഗ്രഹങ്ങൾ, കല്യാണം കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വളരെ ഡ്രീമായിട്ടുള്ള, എന്ന് വെച്ചാൽ കല്യാണം കഴിച്ചാൽ അങ്ങനെ ആയിരിക്കണം, ലൈഫ് ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഭയങ്കര സാധാരണക്കാരനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അതിൽ ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര. ഈ മാട്രിമോണിയൽ പ്രഷറുകൾ ആളുകൾ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് അറിവുണ്ടോ? അതായത് മാട്രിമോണിയൽ വലിയൊരു മത്സരം നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കയ്യിൽ എത്ര ഡിഗ്രികൾ ഉണ്ടെങ്കിലും പെട്ടെന്ന് റിജക്റ്റ് ആവുക, അത് ആളുകൾക്ക് ഡിപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട് പലപ്പോഴും. ഈ അതുപോലെ മാട്രിമോണി സൈറ്റുകൾ ഡേറ്റിംഗ് സൈറ്റുകളെക്കാളും വലിയ രീതിയിലാണ് അതിന്റെ സബ്സ്ക്രിപ്ഷൻ ഫീ ഒക്കെ ആഡ് ആക്കുന്നത്. ഇതിനെ പറ്റി അറിവുണ്ടോ? ദൈവം സഹായിച്ച അങ്ങോട്ടൊന്നും പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. അങ്ങനത്തെ ദുഃഖങ്ങൾ ആളുകൾ പങ്കുവെക്കാറുണ്ടോ? എത്രയൊക്കെ നോക്കിയിട്ട് ഇത് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല, ശരിയാവുന്നില്ല. ഇതിപ്പോ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടല്ലോ, 299 സബ്സ്ക്രിപ്ഷൻ. 299 ആണുങ്ങളടാ. ഇവന്റെ മസിലൊക്കെ എന്തിനാണ് ഇവര് കാണുന്നത്? അതെ, മാസം 299 തന്നിട്ട്. ആരാധന ഇഷ്ടമൊക്കെ ആളുകൾക്ക് ഉണ്ടാവുമല്ലോ. പിന്നെ ആരാധകരെ ശാന്ത. ഞാനൊന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല. എന്ത് കണ്ടിട്ടാ നീ പറ? നീയും ഞാനൊക്കെ തുല്യ ദുഃഖിതരാ. പോടത്
വെറുതെ നക്ഷത്ര ഷർട്ടൊക്കെ ഇട്ട് ഇറങ്ങിക്കണത്. പറഞ്ഞ എന്താ ഇങ്ങനെ ആളുകള് മറ്റേ കല്യാണം കഴിക്കാൻ പറ്റാത്ത മാട്രിമോണി സൈറ്റിലൊക്കെ വലിയ പ്രഷർ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ അറിയേണ്ടത് എനിക്കറിയില്ല. ആളുകൾക്ക് ഭയങ്കര റിജക്ഷൻ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല പലപ്പോഴും. അതിനെ പറ്റിയിട്ട് അറിവുണ്ടോ? അതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഇതിപ്പോ നിനക്ക് അനുഭവത്തിലുള്ള കാര്യമാണ് ഇപ്പൊ നീ ചോദിച്ചോണ്ടിരിക്കുന്നത്. ഇല്ല, ഞാനില്ല. ഈ ഇൻസ്റ്റ ഒക്കെ ഉള്ളപ്പോ എന്തിനാ ഈ മാട്രിമോണി മാട്രിമോണി സൈറ്റ് ഒക്കെ എല്ലാവർക്കും ഒരേപോലെ ഇങ്ങടെ അത്ര തന്നെ എല്ലാവർക്കും കഴിവുണ്ടാവണമെന്നുണ്ടോ? ഒരു പെൺകുട്ടിയെ കാണുന്നു, ഇഷ്ടപ്പെടുത്തുന്നു, ആ കുട്ടിയെ കല്യാണം കഴിക്കുന്നു, അങ്ങനെ അങ്ങനെ ഒരു കഴിവുണ്ടാവണമെന്നില്ല എല്ലാവർക്കും. അതായത് അങ്ങനെ ഫ്രസ്ട്രേഷൻ, അതായത് ഒത്തൊരു അതെ, ഒരു പാർട്ട്ണറെ കിട്ടാത്തതിന്റെ ഒരു വിഷമം. അതൊരു സമയമാകുമ്പോ വന്നോളടാ. അപ്പൊ അത് നോക്കണ്ട, സമയമാകുമ്പോ വിഷമിക്കണ്ട, സമയമാകുമ്പോ എത്തിക്കോളൂ. നമ്മളെ ഭാഗത്തുനിന്നും കുറച്ച് എഫേർട്ട് ഇടണം. നമ്മളെ ഭാഗത്തുനിന്നും കുറെ എഫേർട്ടുകൾ ഇടണം. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ മെയിൻ പരിപാടി എന്താണെന്നറിയോ? ഈ മാട്രിമോണിയൽ സൈറ്റിലൊക്കെ പോകും. ഈ കാണുന്ന പെൺകുട്ടികളുടെ അടുത്ത് നിന്നൊക്കെ പണിയല്ല കേട്ടോ. അല്ലല്ല, കൂട്ടുകാരനെ എനിക്കറിയാം. കറുത്ത കണ്ണട കൂട്ടുകാരനല്ലേ? അല്ലല്ല, പൂക്കളുള്ള ഷർട്ട് ഇട്ടുള്ള കൂട്ടുകാരൻ. ഇവന്റെ പണി എന്താ അറിയോ? ഇവൻ എന്ത് ചോദിച്ചു കഴിഞ്ഞാല് മാട്രിമോണി സൈറ്റ് പോയിട്ട് ഇവൻ ഇഷ്ടപ്പെട്ട കുട്ടികളെ പേരും കിടക്കും. എന്നിട്ട് ഇത് വെച്ചിട്ട് ഇവൻ ഇൻസ്റ്റാഗ്രാമിൽ തിരയും. എന്നിട്ട് റിക്വസ്റ്റ് അയച്ചിട്ട് ഹായ് ഹൗ ആർ യു സ്വീറ്റ്, ഞാൻ ആരാന്ന് മനസ്സിലായോ ചോദിച്ച് ക്യാമറ ചെയ്യണ ഇവര് രണ്ടുപേരും അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിന് ഉത്തരം പറഞ്ഞ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ ഇതേവരെ കല്യാണം കഴിച്ചടാ. അല്ല, എന്റെ ഫ്രണ്ട് ഉണ്ട്. എന്താ ചെയ്യുന്നറിയോ? +2 കഴിഞ്ഞില്ലേ? +2 കഴിഞ്ഞ ഫുൾ A+ കിട്ടുമ്പോ ഫോട്ടോ വരില്ലേ പത്രത്തിൽ? അതിൽ നിന്ന് എടുത്തിട്ട് അന്ന് ഫേസ്ബുക്കാ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്തിട്ട് അവരിപ്പോ കല്യാണം കഴിച്ച ഒരു കുട്ടി. ഞാൻ എത്രയോ സ്ഥലത്ത് ഷൂട്ടിന് പോയിട്ട്, ഇപ്പൊ കൂതറ എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്കറിയാം, കുറെ മുന്നേ ആ സ്ഥലത്ത് കുറെ ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. അതില് രണ്ടുപേരും കല്യാണം കഴിച്ചടാ. അപ്പൊ ഗുരുവായൂർ അമ്പലനടയില് ആ കല്യാണ ഡ്രസ്സിൽ നിന്ന് അവര് കല്യാണം കഴിച്ചു. അതെ 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 അതെ. അത് അപ്പൊ ഈ വിവാഹം എങ്ങനെ വേണമെങ്കിലും നടക്കാം. പറഞ്ഞില്ലേ, നീ വിഷമിക്കണ്ട, നിനക്ക് സമയമാകുമ്പോ ഇതേപോലെ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യ. നീ കിട്ടും, നിനക്ക് ഉറപ്പായിട്ട് കിട്ടും. സംഭവം എന്തായാലും ഇല്ല, സംഭവം എന്തായാലും സത്യം എന്നുള്ളത് ഇവിടുന്ന് മനസ്സിലായിട്ടുണ്ട്. എല്ലാ പിന്നിലുള്ള എല്ലാരും തലാട്ടിയുണ്ട്. റൈറ്റിംഗ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴേ ഒരു ബേസിക് റൂൾ ഉണ്ടല്ലോ. ഇപ്പൊ ഒരു പ്രശ്നപരിഹരണം, ക്ലൈമാക്സ്, ഇപ്പൊ എന്താ പറയുക, ലീനിയർ ആവുക, നോൺ ലീനിയർ ആയിട്ട് പ്രസന്റ് ചെയ്യുക. ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ഇപ്പൊ മലയാള സിനിമ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി റിലേറ്റബിൾ ആവുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ട്. ആളുകൾക്ക് തമാശകൾ റിലേറ്റ് ആവണം, പ്രശ്നങ്ങൾ റിലേറ്റ് ആവണം. പക്ഷേ ഒരു യക്ഷി വരുമ്പോഴും യക്ഷി ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ട്, ഏറ്റവും എസ്തെറ്റിക് ആയിട്ട്, മിനിമൽ ജുവൽസ് ഒക്കെ ഇട്ട് വരുന്ന യക്ഷിയാണ് ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ലോകയിൽ. അല്ലെങ്കിൽ UK പോകുന്ന കുട്ടികളുടെ പ്രശ്നമാണ് ഇന്ന് വാഴയിൽ വർക്കായിട്ടുള്ളത്. അപ്പം ഈ എത്രമാത്രം റിലേറ്റബിലിറ്റി ഫാക്ടർ ഉണ്ടാവും? നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്ന 4 സ്ത്രീകളുടെ കഥയാണ്. അപ്പൊ 4 സ്ത്രീകളുടെ ഫീലിങ്സ്. അപ്പൊ ഞാൻ പറയുന്നത് മാക്സിമം ഒരു 80% ഇപ്പൊ ഉടനെ കല്യാണം കഴിഞ്ഞ് ഒരു കുറച്ചാളുള്ള സ്ത്രീകൾക്ക് കണക്ട് ആവുന്നതാണ്. മാക്സിമം ഒരു 80% ആൾക്കാർക്ക് കണക്ട് ആവുന്ന രീതിയിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് 4 ടൈപ്പ് ഓഫ് സ്റ്റോറി, 4 ടൈപ്പ് ഓഫ് സാഹചര്യങ്ങളാണ്. അപ്പൊ എന്തായാലും അവർക്ക് കണക്ട് ആവണം എന്നുള്ള രീതി തന്നെയാണ് നമ്മൾ മനസ്സിൽ കണ്ടിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് കൂടുതൽ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് കൊണ്ടുവരാതെയും നമ്മൾ പ്യുവർ സ്റ്റോറി ടെല്ലിങ്ങിലോട്ട് പോകാൻ കാരണം അതായിരുന്നു. പക്കയായിട്ട് ആൾക്കാർക്ക് കണക്ട് ആവണം. കാരണം ലൈഫില് സാധാരണ ആമ്പിള്ളേര് വില്ലന്മാരെ ഇടിച്ച് രക്ഷിച്ചുകൊണ്ട് പോകുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സാധനമില്ല. പക്ഷെ കൂടുതലും അതുകൊണ്ട് അങ്ങനത്തെ ഫാക്ടേഴ്സ് കുറയ്ക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനത്തെ കുറച്ചിട്ട് പ്യുവർ സ്റ്റോറി ക്ലീഷേഴ്സ് കുറെ കുറയ്ക്കണം. പക്ഷെ എന്തായാലും ഉണ്ട്, നമുക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചെറിയ രീതിയിൽ, പക്ഷെ കൂടുതലും ആൾക്കാർക്ക് കണക്ട് ആവുന്ന രീതിയിലുള്ള സ്റ്റോറി ടെല്ലിംഗ് ആയിരിക്കണം എന്ന് എനിക്ക് ഒരു നിർബന്ധമായിരുന്നു. ആ രീതിയിൽ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ സ്റ്റോറി എഴുതുമ്പോൾ കുറെ പ്രശ്നങ്ങൾ പറഞ്ഞില്ലേ, അത് ഞാനിപ്പം വേറെ 1-2 സ്ക്രിപ്റ്റിൽ എനിക്ക് വന്ന പ്രശ്നം എന്ന് വെച്ചാൽ അതേപോലത്തെ റിലേറ്റബിൾ കണ്ടന്റ്സ് വഴി വരാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അത് വലിയൊരു എനിക്കൊരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എന്റെ 1-2 സ്ക്രിപ്റ്റ് ഞാൻ അതങ്ങനെ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അത് കറക്റ്റ് ഇപ്പൊ ഭയങ്കരമായിട്ട് അപ്പൊ അതെനിക്ക് അറിയാം, കുറെ റൈറ്റേഴ്സ് അത് ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം ഇഷ്ടംപോലെ സിനിമകൾ ഇറങ്ങുക. അപ്പൊ പല പല സാധനങ്ങൾ ആൾക്കാർ ഇപ്പൊ ഭയങ്കരമായിട്ട് പരീക്ഷിക്കുക. നോർമൽ സ്റ്റോറി ടെല്ലിംഗ് നിന്ന് ആൾക്കാർ പരീക്ഷണങ്ങൾ കൊണ്ടുവരാം. ഭയങ്കര ക്രൈം ത്രില്ലർ ആയിക്കോട്ടെ, ടൈം ട്രാവൽ ആയിക്കോട്ടെ. ടൈം ട്രാവൽ എന്ത് ടൈപ്പ് ഓഫ് ടൈം ട്രാവൽസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് കണ്ടന്റിന് ഭയങ്കര ഒരു പ്രശ്നം വന്നുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന സാധനമായിരിക്കും അടുത്ത ദിവസം നമ്മൾ നോക്കുന്ന ഒരു സിനിമ. ഇപ്പൊ ഞാനൊരു പടം കണ്ടായിരുന്നു. ആ പടത്തിൽ എന്റെ അതേ മെയിൻ 2 പോയിന്റ്, എന്റെ പടത്തിന്റെ ഏറ്റവും വലിയ നട്ടലെന്ന് പറഞ്ഞാൽ അതിനകത്ത് 2 പോയിന്റ് ഉണ്ടായിരുന്നു. ആ 2 പോയിന്റ് ആ സിനിമയിൽ കറക്റ്റ് വന്നു. അത് ഞാൻ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ
എത്ര പേര് എത്ര സ്ക്രിപ്റ്റുകൾ ഡ്രോപ്പ് ചെയ്യും. എനിക്കൊന്ന് പലതും സിനിമ ഷൂട്ട് തുടങ്ങിയിട്ട് ഡ്രോപ്പ് ചെയ്യേണ്ട ആൾക്കാർ എത്ര പേര് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സാധനം ഞാൻ ഇതിനകത്ത് ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പിന്നെ കൂടുതലായിട്ട് ഇതൊന്നും ചിന്തിക്കാൻ പോകാറില്ല. ഞാൻ ഇതിനകത്ത് പ്യുവർ സ്റ്റോറി ടെല്ലിംഗ് ആയിരുന്നു. പിന്നെ ഇത് കൂടാതെ ഞാൻ വേറെ കുറെ സബ്ജക്ട്സ് എഴുതുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്റെ മനസ്സിൽ ഒരു ത്രെഡ് ഉണ്ടാവും. ആ ത്രെഡ് വെച്ച് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ത്രെഡ് ഡെവലപ്പ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം, ഞാൻ വേറെ വന്ന സിനിമകളിൽ വരാൻ പാടില്ല, ഇനി വേറെ ഒരുത്തം ചിന്തിച്ച് എഴുതാനും പാടില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ച് വേണം നമുക്ക് ഒരു സാധനം ഫുൾ ക്രിയേറ്റ് ചെയ്യാൻ തന്നെ. കാരണം ഒരു സിനിമ ഷൂട്ട് തുടങ്ങി ഇറങ്ങുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും ഒരു നോർമൽ ഒരു 7-8 മാസം എടുക്കുന്നുണ്ട്. പോസ്റ്റ് പ്രൊഡക്ഷൻ, പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഈ സമയം കൊണ്ട് വേറെ ഇതിനു മുമ്പ് ഷൂട്ട് തുടങ്ങിയതോ ഇല്ല അടുത്ത ഷൂട്ട് തുടങ്ങാൻ പോകുന്നതൊക്കെ ആയിട്ട് വരും ഇതിനകത്ത്. അപ്പൊ അതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ എനിക്ക് അങ്ങനെ 1-2 എനിക്ക് പ്രശ്നം വന്നിട്ടുണ്ട്. ഇത് റൈറ്റേഴ്സിന്റെ ഒരു പ്രോബ്ലം ആയിട്ട് എനിക്ക് മനസ്സിലായി, എനിക്ക് പേഴ്സണലി മനസ്സിലായി. സത്യം. ഇപ്പൊ സോംബി സിനിമകൾ എന്ന് പറഞ്ഞപ്പോഴേക്ക് എല്ലാ ഫ്രണ്ട് സർക്കിളും സോംബി സിനിമകൾ എഴുതി തുടങ്ങി. അപ്പൊ ആരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഒരു ഏലിയന്റെ ഒരു പടം ഒരു സമയത്തുണ്ടായിരുന്നു ഈ മലയോരത്ത് നടക്കുന്ന ത്രില്ലർ, മിസ്റ്ററി ത്രില്ലർ, കൊലപാതകങ്ങൾ നടക്കും. ഇപ്പൊ ഏലിയൻ നമ്മളവിടെ വരുന്നു. അപ്പൊ അതും നോക്കുമ്പോണ്ട് എന്റെ സർക്കിളിൽ 4-5 ടൈം ട്രാവൽ അല്ലേ ഈയിടെ കുറെ ടൈം ട്രാവൽ ഉണ്ട്, ടൈം ലൂപ്പ് ഉണ്ട്, ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ടുള്ള പടങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സിന് വല്ലാത്തൊരു കുതിച്ച് കയറ്റം ഉണ്ട്. അതിന് അവര് വെച്ച് മാർക്കറ്റ് ചെയ്യാം. എന്തായാലും അവരെ കാണാൻ വേണ്ടി ഒരു 1-2 ലക്ഷം ആളുകൾ ചിലപ്പോൾ വന്നേക്കാം. അപ്പൊ അതൊക്കെ സാധ്യതകളുണ്ട്. നിങ്ങളുടെ ഈ ഒരു പടത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ലല്ലോ, നിങ്ങളെ ഒരാൾ വിളിക്കണമല്ലോ. ഈ വൾണറബിലിറ്റി, ഈ നിസ്സഹായത, ഇതെങ്ങനെ ഇത് കോപ്പപ്പ് ചെയ്യാനുള്ള മെന്റൽ ഹെൽത്ത് എങ്ങനെ ശരിയാക്കും? നമ്മൾ എന്തായാലും ലൈവായിട്ട് നിൽക്കുക എന്നുള്ളത് എങ്ങനെയെങ്കിലും ലൈവായിട്ട് നിൽക്കുക. പക്ഷെ മോശം രീതിയിലല്ല. കാരണം ഞാൻ ഇപ്പൊ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ അടുത്ത സിനിമകളിൽ വിളിക്കൂല. അപ്പൊ നമ്മൾ ലൈവായിട്ട് നിൽക്കുക. അപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് അതാണല്ലോ ചെയ്യുന്നത്. ഇപ്പൊ എത്രയോ പേര് അഭിനയം കാണിച്ച് അതിനകത്ത് അഭിനയിച്ച് തെളിയിച്ച് കയറി വന്നവരുണ്ട്. അപ്പൊ നമുക്കപ്പോൾ ഇവർ അഭിനയിക്കുവോ, ഇവർക്ക് ഇതുണ്ടോ, അവരുടെ അഭിനയം കണ്ട് അവരുടെ ഷോർട്ട് വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ജനതയുണ്ട്. അങ്ങനെയുള്ളവർ വരുമ്പോൾ ആൾക്കാർ എന്തായാലും കയറി കാണും. അപ്പൊ അവര് ലൈവായിട്ട് നിന്നില്ലേ, അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ലൈവായിട്ട് നിന്നൂടാ? ബാക്കിയുള്ളവർ ഇപ്പൊ ഞാൻ ബിഗ് ബോസിൽ പോയി എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് എനിക്ക് എല്ലാ സിനിമകളും കിട്ടണമെന്നില്ല. കാരണം ബിഗ് ബോസിൽ നിന്ന് എത്രമാത്രം ആൾക്കാർ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും സിനിമയിൽ അവസരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. വളരെ റെയർ ആയിട്ടുള്ളവരാണ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നവർ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ബിഗ് ബോസ് എന്ന നെയിം കൊണ്ട് ആർക്കൊന്നും കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ ലൈവായിട്ട് ഇപ്പം അവർ ചെയ്യുന്ന രീതി. അപ്പൊ എന്നോട് പലരും പറഞ്ഞു, അയ്യോ ഇൻസ്റ്റാ റീൽസിലൊന്നും അഭിനയം ചെയ്യല്ലേ, സിനിമാ നടന്മാർ അതൊന്നും ചെയ്യാറില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം രക്ഷപ്പെട്ട കുറെ പേര് അങ്ങനെ ചെയ്ത് വന്നവരല്ലേ. അപ്പൊ ആ ഒരു ചിലർക്കൊരു സ്പെഷ്യൽ മെന്റാലിറ്റി ഉണ്ട്, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവില്ല എന്നുള്ളത്. അതൊക്കെ മാറ്റി ചിന്തിച്ച് പുതിയ ഇപ്പൊ കാലത്തിനൊത്ത് ഓടണം എന്നുള്ളത്. അപ്പൊ നമ്മൾ ലൈവായിട്ട് നിൽക്കുക. ആൾക്കാർ നമ്മളിപ്പോ ഒരു സിനിമ ചെയ്യുമ്പോൾ ഇന്നൊരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ മനസ്സിൽ വരിക ഈ ഒരു ക്യാരക്ടർ ഇന്ന ആള് പക്കയായിരിക്കും. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നമ്മൾ ലൈവായിട്ട് നിൽക്കണം. ഇല്ല പഴയ ഒരു 2 വർഷം മുമ്പ് ഏതോ സിനിമ വന്നു പോയാൽ ചിലപ്പോൾ നമ്മുടെ മൈൻഡ് വരൂല. അപ്പൊ ലൈവായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും എന്തായാലും പ്രതിവിധി. ഞാനിങ്ങനെ പടം ഒന്നും വരാതിരിക്കുന്ന സമയത്ത് ഒരു ഫോട്ടോ എടുത്തിട്ട് കർത്താവേ പടം വരണ്ടേന്ന് അറിയാൻ പോസ്റ്റ് ചെയ്യും. അങ്ങനെ എനിക്ക് പടം വന്നിട്ടുണ്ട്. ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാ. ഏത് ദൈവമാണത്? കർത്താവാണോ? കർത്താവ്. ഡെയിലി പോസ്റ്റ് ആയിരിക്കും. അയ്യോ ചില സമയത്തൊക്കെ അയ്യോ ദൈവമേ പടം ഒന്നും വരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടേ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഈ ഫോട്ടോ ഇട്ട നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എവിടുന്നെങ്കിലൊക്കെ കോൾ വരും. അങ്ങനെ പടം വന്നിട്ടുണ്ട്. ഓവർ ചെയ്യാനടാ, ആകെ ഈ മുടി ഇതും തന്നെയല്ലേ ഉള്ളൂ. പറയാൻ പറ്റില്ല അത് ആണല്ലേ. ഒന്ന് പിടിച്ചോക്കാം. ഞാൻ ആദ്യമൊക്കെ ഞാൻ ഈ കൊറോണ സമയത്തൊക്കെ ഈ അഭിഷേക് പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്ത് പോസ്റ്റ് ഇട്ടാലും 2 മില്യൺ 3 മില്യണാ. വെറുതെ എന്തെങ്കിലും കിട്ടാലും എന്നോട് എന്റെ ഇൻസ്റ്റ എടുത്ത് നോക്കിക്കോട്ടോ. അപ്പൊ എന്നോട് പറഞ്ഞു നീ ഇങ്ങനത്തെ കാര്യങ്ങൾ, നീ ഒരു സിനിമ നടനല്ലേന്ന്. ഒരു തെണ്ടിച്ചക്കൻ. അതങ്ങനെ ഞാൻ തുടർന്ന് പോയിണ്ടായിരുന്നുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസർ ആയനെ അതെ നടന കുറച്ചുകൂടെ റോൾസ് സാധനം അത് ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതിയായിരുന്നു. പിന്നീട് എനിക്ക് തോന്നി അങ്ങനെ ചെയ്യായിരുന്നു. അത് മാത്രമല്ല ഇതിലൂടെ വരുന്ന ഇൻകം ജനറേറ്റ് ചെയ്യണത്. ഇപ്പൊ ഞാൻ ഈ സിനിമ പോസ്റ്ററും അതും ഇതും ഈ ഓഫീസിലെ റെന്റ് അത് ഇത് നോക്കാ കഴിഞ്ഞിട്ടും നമ്മൾ ഈ വിചാരിച്ച ഒരു പൈസ വരുന്നില്ല. ഞാൻ 2 ആഡ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻഫ്ലുവൻസർ വിളിച്ചപ്പം ആ ഇൻഫ്ലുവൻസർ ചോദിച്ച കാശ് പറഞ്ഞാൽ 2.5 ലാക്കാണ് ഒരു 30 സെക്കൻഡ് റീൽസിന്. അവരെന്നെ ഷോർട്ട് ചെയ്യുന്നൊരു പരിപാടിക്ക്. നീ ആലോചിക്കുക, എനിക്ക് ഇത്രയും കാലമായിട്ടും 15-16 വർഷമായിട്ട് ഇന്നുവരെ എനിക്ക് അങ്ങനത്തെ ഒരു റെമുനറേഷൻ എവിടുന്ന് കിട്ടിയിട്ടില്ല. സത്യം, ഞാൻ ഉള്ള സത്യമായിട്ടാ പറയണത്. അപ്പോൾ അതൊരു കാലഘട്ടമാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മാറുക എന്നുള്ളത് തന്നെ ഉള്ളൂ. ഞാനിഞ്ഞ് സപ്പോർട്ട് നാളെ പോലും എന്റർടൈൻ ചെയ്യിക്കണം. എനിക്ക് അതിന് പറ്റില്ല.
എല്ലാവർക്കും പറ്റില്ല അത്. എല്ലാവർക്കും പറ്റണമെന്നില്ല. ഇതില് വേറൊരു അതെ, അതെ, സാധനമുണ്ട്. അതെ. ആ. ഒന്ന് ഇതിൽ വരുന്ന കമന്റ് പരിപാടികള് സഹിക്കാൻ നമ്മൾ അതെ, തയ്യാറാണ്. അതെ, അതെ, ഇത് അതെ. ഈ മനക്കെട്ടി ഉണ്ടാക്കിയിട്ട് വേണം കർത്താവേ ഓ, ഒന്ന് പറഞ്ഞിട്ട് തന്നെ വേണം. എനിക്കത് പറ്റൂല, ഞാൻ ബ്ലോക്ക് ചെയ്തോളാം. ചിലർക്ക് ഈ പ്രശ്നമുണ്ട്. അതായത് ഇപ്പൊ എനിക്ക് ഈ പ്രശ്നം കേട്ടോ, എനിക്കൊരു ഭയങ്കര ബാഡ് കമന്റ് വന്നു കഴിഞ്ഞാല് ഭയങ്കര ദിവസം പോവും. ആ. ദിവസം പോവും. എന്തൊക്കെയാ പറയാന്നറിയോ അല്ലേ? ഏറ്റവും അധികം ക്രിയേറ്റീവ് ആയിട്ട് തോന്നിയ കമന്റ് ഏതാ? നെഗറ്റീവ് നെഗറ്റീവ് കമന്റോ? ക്രിയേറ്റീവ് ആയിട്ട് തോന്നി. ക്രിയേറ്റീവ് ആയിട്ടില്ലേ? നെഗറ്റീവ്. അതായത് എന്തിന് ഇത് ഏതാ ഈ എല്ലാവരും കുറ്റം ചാപ്പിത്തലയൻ? പറയും, പക്ഷെ അതിൽ കാര്യമുണ്ട്. അങ്ങനത്തെ ഇത് ഏതാ ഈ ചാപ്പിത്തലയൻ? അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് കൂടുതൽ അത് അത്ര നല്ല. അത് ക്രിയേറ്റീവ് അല്ല. അത് ക്രിയേറ്റീവ് അല്ല, അത് ആ. ക്രിയേറ്റീവ് അല്ല. തല കണ്ടാ ക്രിയേറ്റീവ് തോന്നിക്കും. ആയിട്ടുള്ള വേറെ കുറെ ഉണ്ട്, അത് പറയാൻ പറ്റില്ല. അല്ലേ ഞാൻ പറഞ്ഞേനെ. അതൊക്കെ ഭയങ്കര വിഷമം തോന്നും നമുക്ക്. അതൊരു ഈ ഫീൽഡ് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോ എത്രയോ നമ്മുടെ തന്നെ പേഴ്സണൽ അല്ലാതെ ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ ബേസിക് നീഡ് ആയിട്ടുള്ള ഭക്ഷണം തൊട്ട് അങ്ങോട്ടേക്ക് ഇതിൽ കുറെ ശ്രമിച്ചിട്ടുണ്ട്. ഇത് എല്ലാ വട്ടവും ഇങ്ങനെ ഒരു വർഷം ഒരു 3-4 റിലീസുകൾ ഉണ്ടാവുക, സിനിമകൾ സംഭവിക്കുക, നായകനാവുക, നായകനായിട്ട് പ്ലേസ് ആവുക, ഇത് ഇങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിട്ട് മനസ്സിലുണ്ടോ? അതിനുവേണ്ടി എല്ലാ വട്ടവും അങ്ങനെ ഒരു ശ്രമം നടത്തുന്നുണ്ടോ? തീർച്ചയായും മാനിഫെസ്റ്റേഷൻ ഉണ്ട്. അത് ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ പോളിഷിങ്ങും പരിപാടികളും പിന്നാലെ എൻ്റെതായ രീതിയിൽ എനിക്കറിയുന്ന എൻ്റെ ഇൻഫർമേഷനിൽ അല്ലെങ്കിൽ എൻ്റെ നോളജ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതല്ലാതെ വേറൊരു വഴി എനിക്കറിയില്ല. അല്ലെങ്കിൽ പിന്നെ ഒരു ഗ്യാങ്ങിലേക്ക് കയറണം, അല്ലെങ്കിൽ ആ ഗ്യാങ് അതെ സർക്കിൾ ഉണ്ടാവണം. അങ്ങനെ ഒരു സർക്കിൾ ഉണ്ടാക്കാൻ നോക്കിയാൽ ഉണ്ടാവുന്നില്ല. നമ്മളായിട്ട് അല്ലാതെ ഒരു നല്ലൊരു സുഹൃത്ത് ബന്ധമാണെങ്കിൽ ഡിജോ ആന്റണി സർക്കിൾ ഉറപ്പായിട്ടും സർക്കിൾ ആണോ വെച്ച് കഴിഞ്ഞാൽ സർക്കിളൊന്നല്ല, പക്ഷെ ഞങ്ങളൊരു ബന്ധമാണ്. എപ്പോഴും സിനിമകൾ വരുന്ന തീർച്ചയായും അതെ, അവിടെ ഒരു സ്പേസ് എപ്പോഴും എനിക്ക് ഉണ്ടാവും. അതെനിക്കൊരു കോൺഫിഡന്റ് ആണ്, അതവിടെ ഉണ്ടാവും. അതേപോലെ കുറച്ചുകൂടി നല്ല നല്ല സിനിമയിലേക്ക് വരണം എന്നുള്ള ആഗ്രഹം മാനിഫെസ്റ്റേഷൻ ഉറപ്പായിട്ടും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ മാനിഫെസ്റ്റേഷന്റെ കാലമാണല്ലോ. അങ്ങനെ ചെയ്യുന്നുണ്ടോ മാനിഫെസ്റ്റേഷൻ? നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കര പോസിറ്റീവ് ആയിട്ടിരിക്കണം. അങ്ങനെയുണ്ട്. അതായത് നമ്മളുടെ ഒരു ഫ്രീക്വൻസി അത് മാച്ച് ആവണം, അല്ലാണ്ട് നടക്കില്ല. അത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ബാധ കയറുക, അല്ലെങ്കിൽ ഒരു പേടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനമൊക്കെ ഇല്ലേ, ഐ മീൻ ഞാൻ അതിന്റെ ഇതിലേക്ക് വരികയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ നിറഞ്ഞു നിൽക്കുക എന്ന് പറയും. നിറഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള കോൺഫിഡൻസ് ആണത്. നമ്മളിൽ എവിടെയെങ്കിലും ഒരു കളങ്കോ, ഒരു സംശയമോ, ഒരു പേടിയോ, ഒരു സാധനം, ഒരു കരടോ ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കില്ല. അത് ഇല്ലാത്തത്തോളം കാലം പക്കയാണ്. അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോ പറയട്ടെ, പിന്നെ ഞാനിപ്പോ യെല്ലോ ടൂത്ത്സ് എന്റെ ഓഫീസ്, അപ്പൊ ഞാനത് അതിന്റെ ഇന്റീരിയൽ ഡിസൈനിങ് അടക്കം, അല്ലെങ്കിൽ അവിടെ കൊടുക്കേണ്ട പെയിന്റ് അടക്കം, അല്ലെങ്കിൽ ഞാൻ ഇരിക്കേണ്ട പൊസിഷൻ അടക്കം, ഞാൻ അതിങ്ങനെ ചിന്തിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാ ദിവസവും നമ്മൾ ഒരേ മൈൻഡിലായിരിക്കില്ലല്ലോ. ഭയങ്കര മൂഡ് സ്വിങ് ആവുന്ന സമയമുണ്ട്. എനിക്കൊക്കെ ആങ്സൈറ്റിയും ഡിപ്രഷനും ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ആ സമയത്ത് ഞാൻ മനഃപൂർവ്വം നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, നമ്മളെ ചിന്തകളെ നമുക്ക് മാറ്റാം. അപ്പൊ നീ ആലോചിക്കുക വിഷ്ണു, നീ അടുത്ത ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് നീ നല്ലൊരു പ്രൊഡ്യൂസർ ആവുന്നു, നീ നല്ലൊരു നടനാവുന്നു, ഇപ്പം ലാലേട്ടൻ നിന്നെ, അല്ലെങ്കിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ നിന്റെ കൂടെ വരുന്നു, നീ വലിയ കാർ എടുക്കുന്നു എന്നുള്ളത്, നിനക്ക് നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ നീ അതിങ്ങനെ മാറ്റി മാറ്റി കൊടുത്തു നോക്കിയേ, ഉറപ്പായിട്ട് അത് ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. എൻ്റെ കാര്യത്തിൽ ഞാൻ കാർ എടുത്തത് മുതൽ, എൻ്റെ വീട് വെച്ചത് മുതൽ, ഈ ഓഫീസ് വെച്ചത് മുതൽ എല്ലാം സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷൻ ഇപ്പൊ വിജയിക്കട്ടെ എന്ന് തന്നെ ആയിരിക്കും. അതെ, പക്ഷെ ഞാൻ പറയട്ടെ, ഞാൻ ഈ സിനിമ ഫീൽഡിൽ വരിക എന്ന് പറയുന്നത് തന്നെ ഇങ്ങനത്തെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിരുന്നു. പക്ഷെ അത് ഏത് റൂട്ടിൽ കൂടെ എങ്ങനെയൊക്കെ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ബിഗ് ബോസിൽ പോകുന്നത് പോലും അത് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുള്ള സാധനമായിരുന്നു. എനിക്ക് അതിന്റെ ഫസ്റ്റ് ഓഡിഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഡെയിലി രാത്രി സ്വപ്നം കാണുന്ന ഇതാ. അപ്പൊ ഞാൻ വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്നു. അപ്പൊ സിനിമ മറ്റേ ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ പോലും ഞാൻ ഡെയിലി രാത്രി ഇത് തന്നെ ഫുൾ ടൈം 24 വിത്ത് ആ ബാഗ് സ്വപ്നം കാണുന്ന എല്ലാം അത് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഞാൻ ഡെയിലി എത്ര മാസങ്ങൾ ഞാൻ അതിങ്ങനെ ഡെയിലി രാത്രി സ്വപ്നം കാണുന്ന ഒരു ഇത്. അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്ക് ഭ്രാന്താവുമെന്ന് മനസ്സിലായി. പക്ഷെ അത് കിട്ടി. കാരണം എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ കൊടുക്കുന്നിടത്തൊന്നും എനിക്ക് കിട്ടിയില്ലേ. ആ 19 പേരിൽ ഒരാളായിട്ട് എനിക്ക് കിട്ടിയില്ലേ. അതും എനിക്ക് വലിയ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, എനിക്ക് അങ്ങനെ വലിയൊരു പേരില്ല. അപ്പൊ അത് വരാൻ പറ്റി എന്നുള്ളതാ. അപ്പൊ അവിടെ കഴിഞ്ഞിട്ട് ഞാൻ ഈ കാണുന്ന വിവാഹം പോലത്തെ ഒരു 6-7 സ്ക്രിപ്റ്റ് ഞാനിത് ഈ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് എഴുതിയതാ. ഞാൻ ഒരു നാൾ നടനാവും, ആ നടനാകുമ്പം എനിക്ക് ചിലപ്പോൾ നല്ല സ്ക്രിപ്റ്റ് കിട്ടൂല, അങ്ങനെയാണെങ്കിൽ എനിക്ക് നല്ല സ്ക്രിപ്റ്റുകൾ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയതാണ്. ഞാൻ തന്നെ സിനിമ ചെയ്യണം എന്നുള്ള രീതിയിൽ അന്നേ ചെയ്തു വെച്ചതായി. അല്ലാതെ ഇപ്പൊ ഇതൊന്നും നിങ്ങളിപ്പോ വിചാരിക്കുന്ന ഞാൻ ഇപ്പൊ ഈ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ഞാനത് അന്നേ എഴുതി വെച്ചിരുന്നു. ഞാൻ ഒരു 6 സ്ക്രിപ്റ്റ് 7 സ്ക്രിപ്റ്റ് എഴുതി മാറ്റിയത് പല ജോണേഴ്സാണ്, പലയിടത്തും പല പിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്.
പക്ഷെ ഇതാണ് എനിക്ക് ഏറ്റവും പെട്ടെന്ന്, ഇത് ചെറിയൊരു ബഡ്ജറ്റും ചെറിയൊരു രീതിയിൽ പടമായതുകൊണ്ട് ഈസി മേക്കിംഗ് ആയിട്ട് പെട്ടെന്ന് ഇത് നടന്നതാണ്. ബാക്കിയൊക്കെ ഇച്ചിരി കൂടെ ഒരു വലിയ സ്കെയിൽ വരുന്ന. അപ്പൊ അങ്ങനെ അതൊക്കെ അന്നേ പ്ലാൻ ചെയ്ത് അന്നേ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇപ്പൊ ശരിക്കും ഞാൻ അതിലൂടെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന് എന്ത് വേണേലും വിളിക്കാം, മാനിഫെസ്റ്റേഷനോ പ്ലാനിങ്ങെന്നോ എന്ത് വേണേലും നിങ്ങൾക്ക് പറയാം, ഭാഗ്യം എന്നോ എന്ത് വേണേലും പറയാം. സ്വപ്നം കാണുമ്പോൾ വിഷ്വൽ ചെയ്യാം, ക്ലാരിറ്റി ക്ലാരിറ്റി, അതിന് ക്ലാരിറ്റിയാണ് visual ചെയ്യണം. ഇമ്പോർട്ടന്റ്. എങ്ങനെ ഇരിക്കുന്നു, ക്ലാരിറ്റി അർത്ഥമുണ്ട് അല്ലെ, അത് വിഷ്വൽ ചെയ്യണം അല്ലേ. അപ്പോൾ നടക്കും. സിനിമ വിജയിക്കട്ടെ, നിങ്ങളുടെ എഫേർട്സ് മലയാള സിനിമ മനസ്സിലാക്കട്ടെ, ഈ സിനിമ ഇറങ്ങുന്ന വെള്ളിയാഴ്ച നിങ്ങളുടെ ജീവിതവും മാറട്ടെ. നേരത്തെ ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു താങ്ക് യു. താങ്ക് യു.